ആയോളിസും ചെയ്യട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-27 വാക്യം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാക്കാതെ വിശ്വാസിയായിരിക്കുക. ഹല്ലേലൂയ. ഈശോ ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ബോഡിയോടുകൂടി മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടി അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതാണ് ഇവിടെ കാണുന്നത്. മഹത്വീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഗ്ലോറിഫൈ ആയിട്ടുള്ള ശരീരം കൊണ്ട് ഈശോയുടെ അതേ മുറിവുകൾ എല്ലാം കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു മുറിവായിട്ടല്ല, അതൊരു അടയാളമായിട്ടാണ് ഈശോ അതിനെ വെക്കുന്നത്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, പല സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റുന്നുണ്ട്. ടൈം സ്പേസ് അതൊന്നും ഒരു തരത്തിലും ഈ ബോഡീനെ ബാധിക്കുന്നില്ല. ഈ ബോഡിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണം എന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഗ്ലോറിഫൈഡ് ബോഡിയുടെ പ്രത്യേകതകൾ. അപ്പോൾ ഇതാണ് പുതിയ ക്രിയേഷൻ. അപ്പോൾ ഈ ദൈവം ഒരിക്കലും ഒരു കാര്യത്തിൽ നശിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നമുക്കുള്ള ബോഡി ഇപ്പോൾ മാൻ ഓഫ് ഡസ്റ്റാണ്, ബോഡിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മാൻ ഓഫ് ഹെവനായി മാറും. അത് പുതിയ ആകാശം പുതിയ ഭൂമിയുടെ സമയത്ത് നമ്മുടെ ശരീരമൊക്കെ മൗക്തീകരിക്കപ്പെടും. അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് യേശുവിടെ കാണിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഈ ഫിസിക്സ് അല്ല ഗ്ലോറിഫൈ ആയിട്ടുള്ള ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റാം. അതായത് ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷനാണ് ഈ ഗ്ലോറിഫൈ ആയിട്ടുള്ള ബോഡി നമുക്ക് കാണാൻ പറ്റാം. അപ്പോൾ നമുക്ക് ഈശോയെ ആരാധിക്കാൻ, സ്നേഹിക്കാൻ, കൃപാനെ അനുസരണത്തോടെ നല്ല ആവുന്ന